കുട്ടികളടക്കം പെട്ടുപോവുകയാണ്. അമിതമായ ഒരു ആസക്തി ഉണ്ടാകുന്നു. ഒരു വിനോദം എന്നുള്ളതിനപ്പുറത്തേക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ പോലും തോന്നുന്ന ഒരു മനോഭാവത്തിലേക്ക് എങ്ങനെയാണ് ഈ ഗെയിമുകൾ കുട്ടികളെ ചെന്ന് എത്തിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാത്രമല്ല, ഈ ഗെയിമുകളെ അടിപ്പെട്ട് നിരവധി മരണങ്ങൾ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ മനസ്സിലാവും ഇതിന്റെ ഗൗരവം, അത് എത്രത്തോളം ആഴത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന്. ഞാൻ പറഞ്ഞു തുടങ്ങാം. ഏറ്റവും ഒടുവിലുണ്ടായ ഗാസിയാബാദിലെ ഈ മരണം, കൊറിയൻ ലവ് ഗെയിം എന്ന് പറയുന്ന ഗെയിമാണ് ഈ സഹോദരിമാർ കളിച്ചിട്ടുള്ളത്. അതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ, ഈ വർഷം തുടക്കത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത. ഉത്തർപ്രദേശിൽ നിന്ന് 3 സഹോദരിമാർ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അവർ അടിമപ്പെട്ടിരുന്നു ഈ ഗെയിമിനെന്നുള്ളതാണ് പറയുന്നത്. അടുത്ത മരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലൂ വെയിൽ എന്ന ഗെയിമിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? മുംബൈയിലെ അന്തേരിയിൽ 2017 നടന്ന ഒരു മരണം ഒരു 14 വയസ്സുകാരന്റെയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ ഏറെ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. ആ ആൺകുട്ടി ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു, ഒരു 14 വയസ്സുകാരൻ. മറ്റൊന്ന് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ 2017 ഒരു 19 വയസ്സുകാരൻ മരണപ്പെട്ടിട്ടുണ്ട്. അത് പണം നഷ്ടപ്പെട്ടതിൽ അമ്മ വഴക്ക് പറയുന്നു. ആ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് നിരാശയോടെ ജീവനൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. കുട്ടികളൊക്കെ മാനസികമായി ഇത്രത്തോളം ഒരു ദുർബലരായി മാറുന്നു പോലുമുണ്ട് ഇത്തരം ഗെയിമുകൾ കളിക്കുമ്പോൾ. ഇനി ഇത് മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ സംശയാസ്പദമായ പല ആത്മഹത്യകളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും സ്ഥിരീകരണം വരാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ആത്മഹത്യകൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ ഇങ്ങനെ ഗെയിമുകൾക്ക് അഡിക്റ്റഡ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ സ്ഥിരീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അപ്പൊ കേരളത്തിലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് സംശയമുള്ളതാണ്. മറ്റൊരു ഗെയിമാണ് പബ്ജി അല്ലെങ്കിൽ ഈ ബാറ്റിൽ റോയൽ ഗെയിംസ് എന്ന് പറയുന്ന ഗെയിം. പബ്ജി വലിയ ചർച്ച തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം നിരോധനത്തിലേക്കൊക്കെ പോകേണ്ട സാഹചര്യം പോലും ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ മരണം എന്ന് പറയുന്നത് ഹൈദരാബാദിൽ 2019 ഒരു 16 വയസ്സുകാരൻ ഈ പണം നഷ്ടപ്പെട്ടതിൽ അമ്മ വഴക്ക് പറഞ്ഞ് മരിക്കുകയാണ് ഉണ്ടായത്. മറ്റൊന്ന് ആന്ധ്രാപ്രദേശിലുണ്ടായ ഒരു മരണമാണ്. 2022 ഒരു 9ാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടിട്ടുണ്ട്. അടുത്ത മരണം എന്ന് പറയുന്നത് തെലങ്കാനയിലാണ്. 2025 ഒരു 13 വയസ്സുകാരൻ കൂടി മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിലാണെങ്കിൽ 2024 16 വയസ്സുകാരൻ മരിച്ചു. അത് അച്ഛൻ വഴക്ക് പറഞ്ഞതിനെ തുടർന്നാണ് മരണമുണ്ടായത്. അടുത്ത ഒരു ഗെയിമിനെ പറ്റി നമുക്ക് നോക്കാം. അത് മോമോ ചലഞ്ച് ആണ്. ഈ പബ്ജിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. പബ്ജിയിൽ നിരവധി മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ മോമോ ചലഞ്ചാണ്. മോമോ ചലഞ്ചിൽ ബംഗാളിൽ 2018 ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. കുർസോങ്ങിലും ഡാർജിലിംഗിലും 2 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ 2018 ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത ഒരു മരണം. തമിഴ്നാട്ടിൽ 2018 ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ നിരവധി മരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയും. അപ്പോൾ ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടു. ഈ പബ്ജി ആണെങ്കിലും മോമോ ചലഞ്ച് ആണെങ്കിലും അതുപോലെ നിരവധി ഗെയിമുകൾ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന കൊറിയൻ ഗെയിമുകളടക്കം ഇതിന്റെ ഉദാഹരണമാണ്.